ഹലോ വെൽക്കം ബാക്ക്. ഞാൻ അൽ ഹസൻ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാനായിട്ട് പോകുന്നത് വേരിയസ് വെൽഡിംഗ് പ്രോസസ്സുകളെക്കുറിച്ചും അതുപോലെ തന്നെ അവയുടെ ആപ്ലിക്കേഷൻസിനെ പറ്റിയിട്ടുമാണ്. ഇവിടെ ഇലക്ട്രിക് ആർക്ക് അതുപോലെ തന്നെ ഗ്യാസ് വെൽഡിംഗ് പ്രോസസ്സുകളുടെ ക്ലാസിഫൈ ചെയ്യുന്നത് അതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നെയിം ദ അതർ വെൽഡിംഗ് പ്രോസസ്സ് മറ്റ് വെൽഡിംഗ് പ്രോസസ്സുകൾ വ്യത്യസ്ത വെൽഡിംഗ് പ്രോസസ്സുകളുടെ ആപ്ലിക്കേഷൻസ് എന്നിവയാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത് നോക്കാനായിട്ട് പോകുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഇതിൽ നിന്നും ഞാൻ ഉറപ്പായിട്ടും 10 ചോദ്യങ്ങൾ നമ്മളുടെ പെയ്ഡ് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. പക്ഷേ 10 ചോദ്യങ്ങളല്ല, അതിനേക്കാളേറെ ചോദ്യങ്ങൾ ഈ ഒരു പേജിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ. ദേ ഈ ഒരു പേജ് ഈ 2 പേജസ് മാത്രമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് 10 ചോദ്യങ്ങൾ ഇടുമ്പോൾ തന്നെ കൃത്യമായിട്ട് എന്ത് രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഇതിനൊരു റിവിഷൻ ആയിട്ട് കാണുക. പിന്നെ ഞാൻ ഇതിനകത്ത് ഓരോ വെൽഡിംഗ് പ്രോസസ്സിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് ഒരു തവണ കേൾക്കുക. then കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റ് പ്രിന്റ് ഔട്ട് ചെയ്ത് നിർബന്ധമായിട്ടും കയ്യിൽ വെക്കണം എന്നുള്ളത്. ആ ടെക്സ്റ്റിലുള്ള ഓരോ വരികളും വായിക്കുക. ഓരോ വെൽഡിംഗ് പ്രോസസ്സുകളെയും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഷോർട്ടായിട്ടും അല്ലെങ്കിൽ ലോങ് വീഡിയോസ് ആയിട്ടും ഈ പല വെൽഡർമാരും വീഡിയോ ചെയ്തിട്ടതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ വെൽഡിങ്ങുകൾ കാണാൻ പറ്റും. അതുകൂടി ഒന്ന് കാണുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇതെന്ത് ചെയ്യും, നിങ്ങളുടെ മനസ്സിൽ പതിയുന്നതായിരിക്കും. ദെൻ ക്വസ്റ്റ്യൻസ് കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉഷാറായിട്ട് ഇതിലുള്ള മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അക്കോർഡിംഗ് ടു ദ സോഴ്സ് ഓഫ് ഹീറ്റ് വെൽഡിംഗ് പ്രോസസ്സ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ് ഇലക്ട്രിക് വെൽഡിംഗ് പ്രോസസ്, ഗ്യാസ് വെൽഡിംഗ് പ്രോസസ്, അതർ വെൽഡിംഗ് പ്രോസസ്സ്. അഥവാ വെൽഡിങ്ങിൻ്റെ ഈ ഹീറ്റിൻ്റെ സോഴ്സസിനെ ബേസ് ചെയ്തുകൊണ്ട്, ഉറവിടത്തെ ബേസ് ചെയ്തുകൊണ്ട് വെൽഡിംഗ് പ്രോസസ്സിനെ നമ്മൾ പ്രധാനമായിട്ടും ഇലക്ട്രിക് വെൽഡിംഗ് പ്രോസസ്സ് എന്നും ഗ്യാസ് വെൽഡിംഗ് പ്രോസസ്സ് എന്നും മറ്റ് വെൽഡിംഗ് പ്രോസസ്സ് എന്നുമാണ് തരംതിരിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആണ് ഹീറ്റിൻ്റെ സോഴ്സ് എന്നുണ്ടെങ്കിൽ അതിന് ഇലക്ട്രിക് വെൽഡിംഗ് പ്രോസസ്സ് എന്നായിരിക്കും പറയുന്നുണ്ടാവുക. ഇനി ഹീറ്റിംഗ് സോഴ്സ് എന്ന് പറയുന്നത് ഗ്യാസ് ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നത് ഗ്യാസ് വെൽഡിംഗ് പ്രോസസ്സ് എന്നാണ്. ഇനി ഈ ഒരു ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ ഗ്യാസ് ഫ്ലെയിമോ അല്ലാതെ മറ്റേതെങ്കിലും സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ മറ്റ് വെൽഡിംഗ് പ്രോസസ്സുകളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തുന്നുണ്ടാവുക. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു ഇലക്ട്രിക് വെൽഡിംഗ് പ്രോസസ്സിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ് എന്നാണ്. 2 ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്നും 3 ലേസർ വെൽഡിംഗ് എന്നും 4 ഇലക്ട്രോൺ ബീം വെൽഡിംഗ് എന്നും 5 ഇൻഡക്ഷൻ വെൽഡിംഗ് എന്നുമാണ്. ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക് വെൽഡിംഗ് പ്രോസസ്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിനെ പിന്നെയും വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് എന്ന് അറിയണം. ദെൻ ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിങ്ങിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിനെ ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്നും ഞാൻ പറഞ്ഞു തരാം. ആദ്യമായിട്ട് ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ് പ്രോസസ്സിന്റെ ഫർദർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് SMAW എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് എന്ത് എന്ന് പറയുന്നത് മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിങ് എന്ന് പറയും. ദെൻ അതുപോലെ തന്നെ കാർബൺ ആർക്ക് വെൽഡിങ്, അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിങ്, ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിങ് അല്ലെങ്കിൽ ടിഗ് വെൽഡിങ്, ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ് അല്ലെങ്കിൽ മാക് വെൽഡിങ്, ഫ്ലക്സ് കോർഡ് ആർക്ക് വെൽഡിങ്, സബ്മെർജ്ഡ് ആർക്ക് വെൽഡിങ്, ഇലക്ട്രോസ്ലാഗ് വെൽഡിങ്, പ്ലാസ്മ ആർക്ക് വെൽഡിങ് എന്നിങ്ങനെ ഫർദർ ക്ലാസിഫിക്കേഷൻ ഇതിൽ വരുന്നു. ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിന് അണ്ടറിൽ വരുന്നു. അതിനെ വ്യത്യസ്തമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ദെൻ ഇനി ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വെൽഡിങ്ങിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നു. നമ്മൾ രണ്ടാമത് പറഞ്ഞ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വെൽഡിങ്ങിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു. ഇത് ഉറപ്പായിട്ടും പല എക്സാമിൽ ചോദിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്പോട്ട് വെൽഡിംഗ്, സീം വെൽഡിംഗ്, ബഡ് വെൽഡിംഗ്, ഫ്ലാഷ് ബഡ് വെൽഡിംഗ്, പ്രൊജക്ഷൻ വെൽഡിംഗ്. ചോദ്യം ഇതാണ്, ചുവടെ പറയുന്നവയിലെ ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സ്പോട്ട് വെൽഡിങ്, ദെൻ സീം വെൽഡിങ്, പ്രൊജക്ഷൻ വെൽഡിങ്, ദെൻ പ്ലാസ്മ ആർക്ക് വെൽഡിങ്. ഏത് വരും? പ്ലാസ്മ ആർക്ക് വെൽഡിങ് വരും. ദെൻ ഈ ഓപ്ഷൻസിൽ 3 ദെൻ ഇവിടെ മറ്റേതെങ്കിലും വെൽഡിംഗ് പ്രോസസ്സിൽ നിന്നും ഈ ഏതെങ്കിലും വെൽഡിംഗ് പ്രോസസ്സിൽ നിന്നും ഓരോ ഓപ്ഷൻസും ഒക്കെ ഇട്ട് വേണമെങ്കിൽ തരാം. അതുപോലെ തന്നെ ഈ രീതിയിലും ചോദിക്കാം. അഥവാ
ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിൽ പെടാത്തത് ഏത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങൾ വരാം, മനസ്സിലാക്കി തന്നെ വെച്ചിരിക്കുക. ഓക്കെ, ഇനി ഗ്യാസ് വെൽഡിംഗ് പ്രോസസ്സിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഗ്യാസ് വെൽഡിംഗ് പ്രോസസ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ഓക്സി അസറ്റിലിൻ ഗ്യാസ് വെൽഡിങ്, ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് വെൽഡിങ്, ഓക്സി കോൾ ഗ്യാസ് വെൽഡിങ്, ഓക്സി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് വെൽഡിങ് അഥവാ ഓക്സി LPG ഗ്യാസ് വെൽഡിങ്, എയർ അസറ്റിലിൻ ഗ്യാസ് വെൽഡിങ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസറ്റലിൻ, ഹൈഡ്രജൻ, കോൾ, അതുപോലെ തന്നെ LPG അഥവാ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, ഈ പറയുന്നവയൊക്കെ എന്തെന്ന് പറയുന്നു? ഫ്യുവൽ എന്നാണ് പറയുന്നത്. ഫ്യുവൽ എന്നാണ് പറയുന്നത് അഥവാ ജ്വലിക്കുന്നവ, കത്തുന്നവ ഇവയായിരിക്കും. ദെൻ ഓക്സിജൻ എന്താണ്? ഓക്സിജൻ എന്താണ്? കംസൻ വാതകമാണ് അഥവാ ജ്വലിക്കാൻ സഹായിക്കുന്ന ആ ഒരു ഇന്ധനമാണ്. അതുപോലെ തന്നെ എയർ അസറ്റിനകത്ത് എയർ എന്ന് പറയുന്നത് പോലെ കമ്പസിന് വേണ്ടിയിട്ട് അഥവാ ജ്വലിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് ഗ്യാസ് ആണ്, ചോദിക്കാറുണ്ട്. ഓക്സിജൻ ഒരു സപ്പോർട്ടിംഗ് ഗ്യാസ് ആണ് കേട്ടോ. ഓക്കെ, കമ്പസിന് വേണ്ടി അഥവാ കത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ദെൻ ഇവിടെ എയർ അത്തരത്തിലുള്ള ഒരു ഇതാണ്. ദെൻ ഇവിടെ അസറ്റിലിൻ എന്ന് പറയുന്നത് എന്താണ്? അസറ്റിലിൻ എന്ന് പറയുന്നത് ഫ്യുവലാണ്. ഓക്കെ, കത്തുന്നവയാണ്. സോ അങ്ങനെ എന്ത് ചെയ്യുന്നു? അവ രണ്ടും കൂടെ ചേരുമ്പോൾ ഓക്സി അസറ്റിലിൻ ഗ്യാസ് വെൽഡിംഗ് ഉണ്ട്, ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് വെൽഡിംഗ് ഉണ്ട്, ഓക്സി കോൾ ഗ്യാസ് വെൽഡിംഗ് ഉണ്ട്, ഓക്സി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് വെൽഡിംഗ് ഉണ്ട്, എയർ അസറ്റിലിൻ ഗ്യാസ് വെൽഡിംഗ് ഉണ്ട്. ഇപ്പോൾ അധികം തല പുകയ്ക്കണ്ട, ഇതിനെ വളരെ വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? വളരെ വ്യക്തമായിട്ട് ഇതിന്റെ ടെമ്പറേച്ചർ ഉൾപ്പെടെയുള്ള അതിന്റെ യൂസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നന്നായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതിലേക്ക് പോകാം. കുറച്ച് ഡെഫിനിഷൻസ് ആണ്. അതർ വെൽഡിംഗ് പ്രോസസ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം. തെർമിറ്റ് വെൽഡിങ്, ഫോർജ് വെൽഡിങ്, ഫ്രിക്ഷൻ വെൽഡിങ്, അൾട്രാസോണിക് വെൽഡിങ്, എക്സ്പ്ലോസീവ് വെൽഡിങ്, കോൾ പ്രഷർ വെൽഡിങ്, പ്ലാസ്റ്റിക് വെൽഡിങ്. കഴിഞ്ഞോ? ഇല്ല, ഇതിനെയൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. ഇനി നോക്കിയേ, വ്യത്യസ്ത വെൽഡിംഗ് പ്രോസസ്സുകളുടെ കോഡുകളും അവയുടെ വെൽഡിംഗ് പ്രോസസ്സുകളുടെ എക്സ്പ്ലനേഷനും കൂടെ AAW എന്താണ്? എയർ അസറ്റൈനിങ് വെൽഡിംഗ് ആണല്ലേ. AHW അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ് ആണ്. ദെൻ BMAW ബെയർ മെറ്റൽ ആർക്ക് വെൽഡിംഗ് ആണ്. സോ അങ്ങനെ അതിന്റെ ഓരോന്നിന്റെയും പേരുകളും എക്സ്പ്ലനേഷൻസും ഇവിടെ പറയുന്നുണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക കേട്ടോ. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് വേരിയസ് വെൽഡിംഗ് പ്രോസസ്സ്, വ്യത്യസ്ത വെൽഡിംഗ് പ്രോസസ്സുകളുടെ എക്സ്പ്ലനേഷനും പേരും ഒക്കെ പറഞ്ഞു. ഇനി അവയുടെ എക്സ്പ്ലനേഷൻ, അവയുടെ ആപ്ലിക്കേഷൻസ്, ഉപയോഗം എന്താണെന്നാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഒന്ന് നോക്കിയാലോ? അതെ, നോക്കാം. ഫോർജ് വെൽഡിംഗ് ആണ് ഒന്നാമത്തത്. ഫോർജ് വെൽഡിംഗ് എന്താണ്? ഫോർജ് വെൽഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓൾഡൻ ഡേയ്സ് ഫോർ ജോയിനിങ് മെറ്റൽസ് ആസ് ലാപ്പ് ആൻഡ് ബട്ട് ജോയിന്റ്. അതായത് ഒന്നുമില്ല, ലാപ്പ് ബട്ട് ജോയിന്റ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പഴയ കാലത്ത് ഉപയോഗിച്ച ഒരു രീതിയാണ് ഫോർജ് വെൽഡിങ്. പഴയത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇല്ല എന്നും പറയാൻ കഴിയില്ല. സോ എന്നിരുന്നാലും നമുക്ക് എന്താണ് ഇവിടെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിരിച്ചിരിക്കുന്നത്? ഓൾഡ് കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരുന്ന, ഓൾഡൻ ഡേയ്സ് പഴയ കാലഘട്ടത്തിൽ ലാപ്പ് ബട്ട് ജോയിന്റുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന വെൽഡിംഗ് രീതി ഫോർജ് വെൽഡിംഗ് ആണ്. സോ അങ്ങനെ തന്നെ ഓർത്തിരുന്നു. ഓക്കെ, എന്താണ് ഫോർജ് വെൽഡിംഗ്? കണ്ടിട്ടുണ്ടോ? നിങ്ങൾ യൂട്യൂബിൽ ഫോർജ് വെൽഡിംഗ് ഒന്നടിച്ചു നോക്കിയേ, ഉറപ്പായിട്ടും ഒരു ഷോർട്ട് വീഡിയോയോ ഒരു ലോങ് വീഡിയോ കിട്ടാതിരിക്കില്ല. അപ്പോൾ അതെന്ത് ചെയ്യും? ക്ലിയർ ആവും. ഇതിന് അടുത്തത് ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ആണ് രണ്ടാമത്തത്. നമ്മൾ നേരത്തെ പറഞ്ഞു SMAW അഥവാ മറ്റൊരു പേരൂടെ പറഞ്ഞു. എന്താണ് മറ്റൊരു പേരൂടെ പറഞ്ഞിരുന്നു? ആർക്ക് വെൽഡിങ്ങിനെ നമ്മൾ മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്നൂടെ ഒരു പേര് പറഞ്ഞിരുന്നു. നമുക്ക് നോക്കാം. ഈ ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഈസ് യൂസ്ഡ് ഫോർ വെൽഡിംഗ് ഓൾ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽ യൂസിങ് കൺസ്യൂമബിൾ സ്റ്റിക്ക് ഇലക്ട്രോഡ്. വളരെയധികം പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് മെൻഷൻ ചെയ്ത് പറയുന്നു. PYQ ആണ്. അതായത് ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത് എല്ലാ ഫെറസ് നോൺ ഫെറസ് മെറ്റലിനെയും ഒരു കൺസ്യൂമബിൾ സ്റ്റിക്ക് ഇലക്ട്രോഡ്, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്, കൺസ്യൂമബിൾ സ്റ്റിക്ക് ഇലക്ട്രോഡ് ഉപയോഗിച്ചുകൊണ്ട് നോൺ ഫെറസ് മെറ്റലിനെ എന്താണ് വെൽഡിങ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്. ഞാൻ എൻ്റെ 10 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഇത് തന്നെയാണ്. ഞാൻ ഇപ്പോൾ തന്നെ അത് ഉറപ്പിച്ചു പറയുന്നു, ബിക്കോസ് ഇത് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. അപ്പൊ ഇവിടെ എന്താണ് ഫെറസ്, എന്താണ് നോൺ ഫെറസ് മെറ്റൽ എന്ന് അറിയോ? ഫെറസ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അയൺ അഥവാ ഇരുമ്പിന്റെ അംശം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഫെറസ് എന്നും, ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളരെ കുറവാണ് അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോൺ ഫെറസ് മെറ്റൽ എന്നും പറയാം. അപ്പൊ എല്ലാ തരത്തിലുള്ള ഫെറസ് നോൺ ഫെറസ് മെറ്റൽസിനെയും കൺസ്യൂമബിൾ സ്റ്റിക്ക് ഇലക്ട്രോഡ് വെച്ചിട്ട് വെൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്നോ SMAW എന്നോ മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്നൊക്കെ പറയാം. ഇവിടെ ഒരു പ്രത്യേകത പോയിന്റ് ആണ് കൺസ്യൂമബിൾ സ്റ്റിക്ക് ഇലക്ട്രോഡ് എന്നുള്ളതും. ഓക്കെ, ഇനി അടുത്തത് ഉള്ളത് കാർബൺ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നതാണ്. ഇസ് യൂസ്ഡ് ഫോർ വെൽഡിംഗ് ഓൾ ഫെറസ് ആൻഡ്
നോൺ ഫെറസ് മെറ്റൽ യൂസിങ് കാർബൺ ഇലക്ട്രോഡ് ആൻഡ് സെപ്പറേറ്റ് ഫില്ലർ മെറ്റൽ. സോ വ്യത്യാസം മനസ്സിലായാലോ? ഇവിടെയും എല്ലാ ഫെറസ് നോൺ ഫെറസ് മെറ്റൽസിനെയാണ്. അവിടെ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണുള്ളത്? കാർബൺ ഇലക്ട്രോഡും സെപ്പറേറ്റ് ഫില്ലർ മെറ്റലുമാണ് വരുന്നത്. ഓക്കെ, ബട്ട് ദിസ് ഈസ് എ സ്ലോ വെൽഡിംഗ് പ്രോസസ്. ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്? കാർബൺ ആർക്ക് വെൽഡിങ്ങിൻ്റെ ഇത് സ്ലോ വെൽഡിംഗ് പ്രോസസ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ടാവില്ല, യൂസ് ചെയ്ത് വരുന്നില്ല എന്നും പറയാം. ഇതൊരു സാവധാനത്തിലുള്ള വെൽഡിംഗ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറയാം. ദെൻ സബ്മെർജ്ഡ് ആർക്ക് വെൽഡിംഗ് ആണ്. സബ്മെർജ്ഡ് ആർക്ക് വെൽഡിംഗ് പ്രോസസ് ആണ്. ഇറ്റ്സ് യൂസ്ഡ് ഫോർ വെൽഡിംഗ് ഫെറസ് മെറ്റൽസ് തിക്കർ പ്ലേറ്റ് ആൻഡ് ഫോർ മോർ പ്രൊഡക്ഷൻസ്. കൂടുതൽ പ്രൊഡക്ഷൻസ് വേണ്ടിയെടുത്ത് തിക്കർ പ്ലേറ്റുകൾ, കട്ടിയുള്ള പ്ലേറ്റുകൾ, അതുപോലെ തന്നെ ഫെറസ് മെറ്റൽസിലും ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സബ്മെർജ്ഡ് ആർക്ക് വെൽഡിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് വെൽഡിംഗ് അല്ലെങ്കിൽ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഈസ് യൂസ്ഡ് ഫോർ വെൽഡിംഗ് ഫെറസ് മെറ്റൽ യൂസിങ് കണ്ടിന്യൂസ്ലി ഫെഡ് ഫില്ലർ വയർ ആൻഡ് ഷീൽഡിംഗ് ദ വെൽഡ് മെറ്റൽ ആൻഡ് ദ ആർക്ക് ബൈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? മറ്റൊന്നുമല്ല ഇവിടെ പറയുന്നത്. കണ്ടിന്യൂസ്ലി ഫീഡ് ഫില്ലർ വയർ അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഫെറസ് ആയിട്ടുള്ള മെറ്റൽസ് വെൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വെൽഡിംഗ് ലോഹത്തെ അല്ലെങ്കിൽ വെൽഡിംഗ് റോഡിനെയും എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇതെന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഈസ് യൂസ്ഡ് ഫോർ വെൽഡിംഗ് ഫെറസ് മെറ്റൽ യൂസിങ് കണ്ടിന്യൂസ്ലി ഫില്ലർ വെയർ ആൻഡ് ഷീൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. ദ വെൽഡ് മെറ്റൽ ആൻഡ് ദ ആർക്ക് ബൈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. ഓക്കെ, ഇതിനടുത്തത് ടിഗ് വെൽഡിംഗ് ആണ്. ടിഗ് ടങ്സ്റ്റൻ ഗ്യാസ് വെൽഡിംഗ് എന്നല്ലെങ്കിൽ ഗ്യാസ് ടങ്സ്റ്റൻ ആർക്ക് വെൽഡിംഗ് എന്നൊക്കെ പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. യൂസ്ഡ് ഫോർ വെൽഡിംഗ് ഫെറസ് മെറ്റൽസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലുമിനിയം ആൻഡ് തിൻ ഷീറ്റ് മെറ്റൽ വെൽഡിംഗ്. ചെറിയ കട്ടി കുറഞ്ഞ ഷീറ്റ് മെറ്റൽ വെൽഡിങ്ങിന് വേണ്ടിയിട്ട് അലുമിനിയം, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഫെറസ് മെറ്റൽസ് ഒക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്യാസ് ടങ്സ്റ്റൻ ആർക്ക് വെൽഡിംഗ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഇനി അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ് ആണ്. Atomic hydrogen welding is used for welding all ferrous and non-ferrous metals and the arc has a higher temperature than other arc welding process. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫെറസും നോൺ ഫെറസും ഒക്കെ തുടർച്ചയായിട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അടുത്ത പോയിന്റുകളിലേക്കാണ് അല്ലേ. അതുകൊണ്ട് ഇവിടെ എന്താണ്? നോൺ ഫെറസ് മെറ്റൽസിലും ഫെറസ് മെറ്റലിലും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്? ഹയർ ടെമ്പറേച്ചർ ദാൻ അതർ ആർക്ക് വെൽഡിംഗ് പ്രോസസ്. മറ്റ് ആർക്ക് വെൽഡിംഗ് പ്രോസസ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? വളരെ കൂടുതലാണ്. അതാണ് അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് പ്രോസസ് ആണ്. ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് പ്രോസസ് ആണ്. അപ്പോൾ ഇവിടെ യൂസ്ഡ് ഫോർ വെൽഡിംഗ് വെരി തിക്ക് സ്റ്റീൽ പ്ലേറ്റ് ഇൻ വൺ പാസ് യൂസിങ് ദ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഓഫ് ദ ഫ്ലക്സ് മെറ്റീരിയൽ എന്നാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. ഫ്ലക്സ് മെറ്റീരിയൽ കൂടി ഒരു കടന്നു പോകുന്ന ആ ഒരു റെസിസ്റ്റൻസ് ശേഷിയുണ്ടല്ലോ, റെസിസ്റ്റൻസ് എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി. ആ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് വളരെ തിക്കായിട്ടുള്ള സ്റ്റീൽ പ്ലേറ്റുകൾ അല്ലെങ്കിൽ സ്റ്റീൽ മെറ്റൽസിനെ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? പ്ലാസ്മ ആർക്ക് വെൽഡിംഗ് ആണ്. ദ ആർക്ക് ഹാസ് വെരി ഡീപ്പ് പെനട്രേറ്റിംഗ് എബിലിറ്റി ഇൻ ടു ദ മെറ്റൽ വെൽഡ് ആൻഡ് ആൾസോ ദ ഫ്യൂഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് വെരി നാരോ സോൺ ഓഫ് ദ ജോയിന്റ്. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയലിലേക്ക്, ആ ഒരു ലോഹത്തിലേക്ക് വളരെ ആഴത്തിൽ പെനട്രേറ്റ് ചെയ്യാനുള്ള, തുളച്ച് കയറുക എന്നാണ് പെനട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ തുളച്ച് കയറാനുള്ള, പെനട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് ഈ ഒരു ആർക്കിനുണ്ടായിരിക്കുന്നതാണ്, പ്ലാസ്മ ആർക്ക് വെൽഡിങ്ങിലെ ആർക്കിന്. കൂടാതെ ഈ ഒരു സംയുക്തത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു വെൽഡിംഗ് എന്ന് പറയുന്നത്, ഫ്യൂഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ടേക്കിംഗ് പ്ലേസ് ഇൻ എ വെരി നാരോ സോൺ ഓഫ് ദ ജോയിന്റ്. ഈ ഒരു ജോയിന്റിന്റെ ഇത് നടക്കുന്ന ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? വളരെ നാരോ സോണിലായിരിക്കും ഉണ്ടായിരിക്കുക. വളരെ വളരെ ചെറിയ ഒരു കുറഞ്ഞ സ്പേസിലേക്കായിരിക്കും ഉണ്ടാകുന്നത്. ഇടുങ്ങിയ ഭാഗത്താണ് ഈ ഒരു ജോയിനിങ് നടക്കുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പോട്ട് വെൽഡിംഗ് ആണ്. സ്പോട്ട് വെൽഡിംഗ് ആണ്. അപ്പോൾ സ്പോട്ട് വെൽഡിംഗ് ഒക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന വെൽഡിംഗ് തന്നെയാണ്. യൂസ്ഡ് വെൽഡിംഗ് തിൻ ഷീറ്റ് മെറ്റൽ ആസ് എ ലാബ് ജോയിന്റ് ഇൻ സ്മാൾ സ്പോട്ട് ബൈ യൂസിങ് ദ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റൽ ബീങ് വെൽഡഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഇല്ല, അത് യൂസ് ചെയ്തുകൊണ്ട് ആ ലാബ് ജോയിന്റിനെ സ്മാൾ സ്പോട്ടുകളാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ഷീറ്റ് മെറ്റലിൽ തിൻ ഷീറ്റ് മെറ്റൽ വെൽഡിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ സ്പോട്ട് വെൽഡിംഗ് ഒന്ന് എക്സ്പ്ലനേഷൻ ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ സ്പോട്ട് വെൽഡിംഗ് വളരെ കൂടുതലായിട്ട് തന്നെ യൂട്യൂബിലെ വീഡിയോ കാണാൻ പറ്റും. നിങ്ങൾ പലപ്പോഴും യൂസ് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ അതൊന്ന് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പക്കായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവും കേട്ടോ. വീഡിയോ കാണുന്നത് ഈ ഒരു ഭാഗത്ത് വളരെയധികം നല്ല കാര്യം തന്നെയാണ്. അതാണ് ആവർത്തിച്ച് പറയുന്നത്. ഓക്കെ, മറ്റൊന്നും വിചാരിക്കണ്ട. ദെൻ സീം വെൽഡിംഗ് ആണ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സീം വെൽഡിംഗ് എന്താണ്? is seam welding is used for welding thin sheet similar to spot welding. സ്പോട്ട് വെൽഡിങ്ങിന് സമാനമായിട്ടുള്ള ഒരു തിൻ ഷീറ്റ് വെൽഡ് ചെയ്യുന്ന ഒരു വെൽഡിംഗ് പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത് സീം വെൽഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ബട്ട് ദ അഡ്ജസന്റ് വെൽഡ് സ്പോട്ട് വിൽ ബി ഓവർലാപ്പിംഗ് ഈച്ച് അതർ ടു ഗെറ്റ് കണ്ടിന്യൂസ് വെൽഡ് സീം. എന്താണ് ഇവിടെ ഒരു കണ്ടിന്യൂസ് വെൽഡിംഗ് സീം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു അഡ്ജസന്റ് ആയിട്ടുള്ള അടുത്തടുത്തുള്ള വെൽഡ് സ്പോട്ടുകൾ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ടാവും? അഡ്ജസന്റ് വെൽഡ് സ്പോട്ടുകൾ വിൽ ബി ഓവർലാപ്പിംഗ് ചെയ്യുന്നുണ്ടാവും അല്ലേ. സോ അതാണ് സീം വെൽഡിംഗ് എന്ന് പറയുന്നത്. അടുത്ത പ്രൊജക്ഷൻ വെൽഡിംഗ് ആണ്. പ്രൊജക്ഷൻ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊജക്ഷൻ വെൽഡിംഗ് ഈസ് യൂസ്ഡ് ടു വെൽഡ് ടു പ്ലേറ്റ് വൺ ഓവർ ദ അതർ ഓൺ their surfaces instead of the edges by making projection on one plate and pressing it over the other flat surfaces. അഥവാ ഒരു പ്ലേറ്റിലേക്ക് പ്രൊജക്ഷൻസ് ഉണ്ടാക്കിയിട്ട് മറ്റേ ഫ്ലാറ്റ് സർഫസ് ഉണ്ടല്ലോ അതിനകത്തേക്ക് പ്രസ് ചെയ്യുന്നു. അരികൾക്ക് പകരം അതിലേക്ക് പ്രസ് ചെയ്ത് രണ്ട് പ്ലേറ്റുകൾ അവയുടെ സർഫസിൽ ഒന്നിന് മുകളിലേക്ക് മറ്റൊന്ന് വെൽഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഒന്നിന് മുകളിൽ മറ്റൊന്ന് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ എഡ്ജസിന് പകരമായിട്ട് ഈ രണ്ട് എഡ്ജസിന് പകരമായിട്ട് ഒന്നിന് മുകളിൽ മറ്റൊന്ന് എന്ത് ചെയ്യുന്നു? പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിന് പ്രൊജക്ഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ പ്രസ് ചെയ്തിട്ടുള്ള ഒരു വെൽഡിംഗ് രീതിയാണ് പ്രൊജക്ഷൻ വെൽഡിംഗ്. ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. കൂടുതൽ ടൈം നമുക്ക് പോകേണ്ടി വരും. സോ നിങ്ങൾ വീഡിയോ ടെക്സ്റ്റ് വായിച്ചിട്ട് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഇതിന് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റൊരു പോയിന്റ് കൂടി ഉണ്ട്. ഈച്ച് പ്രൊജക്ഷൻ ആക്ട് ആസ് എ സ്പോട്ട് വെൽഡ് ഡ്യൂറിങ് വെൽഡിങ്. വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ഓരോ പ്രൊജക്ഷൻസും എന്ത് ചെയ്യുന്നു? സ്പോട്ട് വെൽഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. അടുത്തത് ബട്ട് വെൽഡിംഗ് ആണ്. ബട്ട് വെൽഡിങ്ങും വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു വെൽഡിംഗ് ആണ്. നിങ്ങൾ പലപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ തന്നെയാണ്. ബട്ട് വെൽഡ് ഈസ് യൂസ്ഡ് ഡ്യൂറിങ് ദ എൻഡ് ഓഫ് ടു ഹെവി സെക്ഷൻ. അതായത് ഈ രണ്ട് ഹെവി ആയിട്ടുള്ള സെക്ഷനുകൾ തമ്മിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഹെവി ആയിട്ടുള്ള രണ്ട് സെക്ഷനുകളുടെ അല്ലെങ്കിൽ റോഡ്സ് അല്ലെങ്കിൽ ബ്ലോക്സുകളെ തമ്മിൽ എന്ത് ചെയ്യുന്നു? വെൽഡിങ് ചെയ്യിക്കുന്ന ഒരു രീതിയാണ് ഇതെന്ന് പറയുന്നത്. അടുത്തത് നോക്കിയ ഫ്ലാഷ് ബട്ട് വെൽഡിംഗ് ആണ്. ഇസ് യൂസ്ഡ് ജോയിൻ ഹെവി സെക്ഷൻ ഓഫ് റോഡ് ബ്ലോക്ക് സിമിലർ ടു ബട്ട് വെൽഡിംഗ് എക്സെപ്റ്റ് ദാറ്റ് arc flashes are produced at the joining end to melt them before applying heavy pressure to be join them. അതായത് ബട്ട് വെൽഡിങ്ങിന് സമാനമായ രീതിയിൽ ഹെവി സെക്ഷൻ ഓഫ് റോഡ് ബ്ലോക്കിനെയൊക്കെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യിക്കുന്ന ഒരു രീതി തന്നെയാണ് ഫ്ലാഷ് ബട്ട് വെൽഡിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ വ്യത്യാസം എവിടെയാണെന്ന് വെച്ചാൽ എക്സെപ്റ്റ് ഇതിന്റെ ആർക്ക് ഫ്ലാഷസ് എന്ത് ചെയ്യുന്നു? ആ പ്രൊഡ്യൂസ് അറ്റ് ദ ജോയിനിങ് എൻഡ് ടു മെൽറ്റ് ദം ബിഫോർ അപ്ലൈങ് ഹെവി പ്രഷർ ടു ജോയിൻ ദം. Then oxy-acetylene welding ആണ്. Oxy-acetylene welding is used to join different ferrous and non-ferrous metals generally 3 mm thickness and below. അതായത് 3 mm thickness അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞിട്ടുള്ള ഫെറസ് നോൺ ഫെറസ് മെറ്റൽസിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓക്സി-അസെറ്റിലിൻ വെൽഡിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വെൽഡിംഗ് പ്രോസസ് ആണ് കേട്ടോ. ഓക്സി-അസെറ്റിലിൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓക്സി-അസെറ്റിലിൻ വെൽഡിംഗ് രീതിയാണ്. അതിൽ ചോദ്യം വരാറുള്ളതാണ്. അത് കൂടുതലായിട്ട് നമ്മുടെ ഈ വാതകങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നിടത്ത് വെൽഡിംഗ് വാതകങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ഇതിലേക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അതർ ഫ്യൂൽ ഗ്യാസസ് വെൽഡിങ്, അതായത് ഓക്സിജന്റെ കൂടെ മറ്റ് ഫ്യൂൽ ഗ്യാസസ് ഏതൊക്കെയാണ്? ഇപ്പോൾ ഫ്യൂൽ ഗ്യാസസ് ലൈക്ക് ഇപ്പോൾ ഹൈഡ്രജന് അല്ലെങ്കിൽ കോൾ ഗ്യാസ്, കൽക്കരി അല്ലെങ്കിൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് LPG ആർ യൂസ്ഡ് അലോങ് വിത്ത് ഓക്സിജൻ ടു ഗെറ്റ് ഫ്ലെയിം ആൻഡ് മെൽറ്റ് ദ ബേസ് മെറ്റൽ ആൻഡ് ഫില്ലർ റോഡ്. അപ്പം ബേസ് മെറ്റലിനെ ഫില്ലർ റോഡിനെയൊക്കെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജന്റെ ഒപ്പം ഇങ്ങനെയുള്ള ഫ്യൂൽസ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? യൂസ് ചെയ്യുക. സിൻസ് ദ ടെമ്പറേച്ചർ ഓഫ് ദീസ് ഫ്ലെയിംസ്, ഈ ഫ്ലെയിംസിന്റെ ഒക്കെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ലോവർ ദാൻ ഓക്സി അസെറ്റിൻ ഫ്ലെയിം, ഓക്സി അസെറ്റിലിൻ ഫ്ലെയിമിനേക്കാളും കുറവായിരിക്കും. ദീസ് വെൽഡിംഗ് ആർ യൂസ്ഡ് ടു വെൽഡ് മെറ്റൽ വെയർ ലെസ് ഹീറ്റ് ഇൻപുട്ട് ഇസ് റിക്വയർഡ്. കുറഞ്ഞ ഹീറ്റ് ഇൻപുട്ട് ആവശ്യമായിട്ടുള്ളിടത്ത് ഇത്തരത്തിലുള്ള വെൽഡിംഗ് രീതിയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ എയർ അസെറ്റിലിൻ ഗ്യാസ് വെൽഡിംഗ് ആണ്. എയർ അസെറ്റിലിൻ ഗ്യാസ് വെൽഡിംഗ് ഇസ് യൂസ്ഡ് ഫോർ സോൾഡറിങ്, ഹീറ്റിംഗ് ദ ജോബ് എക്സെട്ര. അപ്പം സോൾഡറിങ്ങിന് വേണ്ടിയിട്ട് ജോബ് ഹീറ്റിങ്ങിന് തുടങ്ങിയിട്ടുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ട് എയർ അസെറ്റിലിൻ ഗ്യാസ് വെൽഡിംഗ് ഉപയോഗിക്കാം. ഇനി ഇൻഡക്ഷൻ വെൽഡിംഗ് ആണ്. ഇൻഡക്ഷൻ വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് യൂസ്ഡ് വെൽഡ് പാർട്ട് ദാറ്റ് ആർ ഹീറ്റഡ് ബൈ ഇലക്ട്രിക്കൽ ഇൻഡക്ഷൻ കോയിൽ ലൈക്ക് ബ്രേസിംഗ് ഓഫ് ടൂൾസ് ടിപ്സ് ടു ദ ഷാങ്ക് ജോയിനിങ് ഫ്ലാറ്റ് റിങ്സ്. ഇപ്പോൾ ജോയിനിങ് ഫ്ലാറ്റ് റിങ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രേസിംഗ് ടൂൾ ടിപ്സ് പോലെയുള്ള വസ്തുക്കളിലേക്ക്
എന്ത് ചെയ്യുക ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പം ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത് എന്ത് ഉപയോഗിച്ചുകൊണ്ടാണ്, ഒരു ഇലക്ട്രിക്കൽ ഇൻഡക്ഷൻ കോയിലാണ് കേട്ടോ അവിടെ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ ഇൻഡക്ഷൻ കോയിൽ ഉപയോഗിച്ചുകൊണ്ട് വെൽഡിംഗ് ചെയ്യാൻ സാധിക്കുന്ന ജോയിനിങ് ഈ ഫ്ലാറ്റ് റിങ്സ് പോലെയുള്ള അവിടെയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വെൽഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഇൻഡക്ഷൻ കോയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻഡക്ഷൻ വെൽഡിംഗ്, ഒരു ഇലക്ട്രിക്കൽ പ്രോസസ്സാണ് അതെന്നുള്ളത് മനസ്സിലാക്കി. ഒരു കോയിൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ചാലകമല്ലേ, അപ്പൊ അതേപോലെ അപ്പൊ അങ്ങനെയുള്ള കോയിൽസ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഇനി തെർമിറ്റ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെർമിറ്റ് വെൽഡിംഗ് ഇസ് യൂസ്ഡ് ഫോർ ജോയിനിങ് തിക്ക് ആയിട്ടുള്ള ഹെവി ഇറഗുലർലി ഷേപ്ഡ് റോഡ്സ്. തിക്കായിരിക്കും, കട്ടിയുള്ള ഹെവി ആയിട്ടുള്ള എന്താണ് വെയിറ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഇറഗുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഷേപ്പ് ഇല്ലാത്ത അല്ലെ, അങ്ങനെയുള്ള റോഡ്സുകളും, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് റെയിൽസ് എന്ന് പറയുമ്പോൾ റെയിൽ ഈ പാളങ്ങൾ പോലെയുള്ള ഇതൊക്കെയും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അവിടെയൊക്കെ യൂസ് ചെയ്യുന്നതാണ്, ചോദിക്കാറുണ്ട്. റെയിൽസ് ഒക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ഏതാണെന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് യൂസിങ് കെമിക്കൽ ഹീറ്റിംഗ് പ്രോസസ്, ഇവിടെ ഒരു കെമിക്കൽ ഹീറ്റിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നുണ്ട് തെർമിറ്റ് വെൽഡിങ്ങിനകത്ത്. then അടുത്തത് ഫ്രിക്ഷൻ വെൽഡിംഗ് ആണ്. ഫ്രിക്ഷൻ വെൽഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് യൂസർ ജോയിൻ ദ എൻഡ് ഓഫ് ലാർജ് ഡയമീറ്റർ ഷാഫ്റ്റ് എക്സെട്ര ബൈ ജനറേറ്റിംഗ് ദ റിക്വയർഡ് ഹീറ്റ് യൂസിങ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ their end in contact with each other by rotating one rod against other rod. ഒരു റോഡ് എഗെയിൻസ്റ്റ് ആയിട്ട് മറ്റു റോഡ് റൊട്ടേറ്റും ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആവശ്യമായിട്ടുള്ള ഫ്രിക്ഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുകയും ലാർജ് ഡയമീറ്റർ ഷാഫ്റ്റ് പോലെയുള്ളവ എൻഡുകളെ ജോയിൻ ചെയ്യിക്കുന്ന ഒരു രീതിയാണ് ഫ്രിക്ഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. അവിടെ എന്താണ്, ഒരു ഫ്രിക്ഷൻ ജനറേറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ ആവശ്യമുള്ള ഹീറ്റ് രൂപപ്പെടുത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാനുണ്ടായിരുന്നത്, ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത്. കുറേയധികം വെൽഡിംഗ് പ്രോസസ്സുകൾ നമ്മൾ പരിചയപ്പെട്ടു. അതിൻ്റെയൊക്കെ വീഡിയോകൾ കൂടി കാണുക, എന്നിട്ട് നന്നായിട്ട് പഠിച്ചിരിക്കുക. നമ്മുടെ 10 ചോദ്യങ്ങൾക്ക് നന്നായിട്ട് ഉത്തരം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ടോപ്പിക്കിൽ നിന്ന് മാത്രമായിരിക്കും 10 ചോദ്യങ്ങൾ. ഇത് നന്നായി നിങ്ങൾ പഠിച്ച് ഉറപ്പായിട്ടും സംശയമില്ല ആ 10 ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ആർക്ക് ആൻഡ് ഗ്യാസ് വെൽഡിംഗ് ടേംസ് ഡെഫിനിഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നന്നായിട്ട് പഠിക്കുക, നന്നായി പഠിച്ചിട്ട് വെയിറ്റ് ചെയ്യുക, നമ്മുടെ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇതുവരെയും പെയ്ഡ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. 200 രൂപയാണ് നിലവിലുള്ള ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ്സസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് പല സോഴ്സസിൽ ഫ്രീ ആയിട്ടുള്ള സോഴ്സസ് ഒക്കെ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കണ്ടെത്തിയിട്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.